പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഈ പ്രഭാത സമയത്ത് വീണ്ടും ഒരു പ്രാവശ്യം കൂടി വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവ ശബ്ദം കേൾക്കുക. സ്വർഗത്തിൽ ദൈവം അനുവദിച്ച വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ വിശ്വാസി കുടുംബങ്ങൾക്കും കർത്താവിൻ്റെ ആ ഒരു അനുഗ്രഹത്തിനും ദൈവിക വിടുതലുകൾക്കും ഒരു കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉപജീവന മാർഗങ്ങളൊക്കെ ഇല്ലാതെ ഭാരപ്പെടുന്നവർക്ക് ദൈവം അതിലുള്ള വഴികളെ തുറന്നു കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഇന്ന് പ്രഭാതത്തിൽ തന്നെ ഞാൻ നിങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ദിവസങ്ങൾ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവർക്ക് ദൈവം ആശ്വാസം നൽകട്ടെ. കുടുംബങ്ങൾക്ക് സമാധാനമില്ലാത്തവർക്ക് ദൈവം സമാധാനം നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനും ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ദിവസം ആരംഭിക്കുവാനും സ്വർഗത്തിൽ ദൈവം സഹായിക്കുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വലിയ മഹത്വം തുടർന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഒരു വേദഭാഗം ഇന്ന് രാവിലെ ചിന്തയ്ക്കായി ഞാൻ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഈ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 124 സങ്കീർത്തനം, അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങൾ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വേഗത്തിൽ വായിച്ച് നിങ്ങളുടെ മുമ്പിലൊരു ചിന്തയെ പറഞ്ഞ് വേഗത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു 1 വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. നദി നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കായികയാണ്. യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേട്ടക്കാരുടെ കിണയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു. കെണി പൊട്ടി നാം വഴുതിപ്പോന്നിരിക്കുന്നു. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സങ്കീർത്തന വേദഭാഗത്തിൻ്റെ 1-2 ഭാഗങ്ങൾ ഞാൻ വേഗത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ട് വേഗത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവിൻ്റെ സാന്നിധ്യം എന്ന പകൽക്കാലം നമ്മോട് കൂടെ ഇരിക്കട്ടെ. അതിൻ്റെ വായിച്ച വേദഭാഗത്തിൻ്റെ 1-ാമത്തെ ഭാഗം നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. ഇസ്രായേൽ മക്കൾ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മളോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ അത് നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദ് രാജാവ് തൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് നമ്മോട് പറയും, യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നു എങ്കിൽ, ശത്രു നമുക്ക് നേരെ കടന്നു വന്നപ്പോൾ, ശത്രുവിൻ്റെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 5-ാമത്തെ വാക്യം ഇപ്രകാരം കാണുന്നു. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെ പൊങ്ങിയിരുന്ന വെള്ളം? ആ ഒരു ഭാഗം ഞാൻ വേഗത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഇസ്രായേൽ മക്കൾ തങ്ങൾ ഈ യോർദാൻ നദി കടക്കുന്ന ഒരു സന്ദർഭത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. യോർദാൻ നദി കടക്കുമ്പോൾ വചനം പറയുന്നു, ഒരു ഭാഗത്ത് ചിറ പോലെ ഈ നദി പൊങ്ങുവാൻ ഇടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതിൽ മറ്റേ ഭാഗം ആ വെള്ളം വാർന്ന് സമുദ്രത്തിലേക്ക് ഒഴുകുവാനിടയായിത്തീർന്നു. മറുഭാഗത്ത് ഈ വെള്ളം ചിറ പോലെ ഉയർന്നു നിന്നു എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുവാൻ സാധിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ. വചനം പറയുന്നു, യഹോവ നമ്മുടെ പക്ഷത്ത് ഉള്ളത് കൊണ്ട് പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണന് മീതെ കവിഞ്ഞില്ല. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ സന്തോഷത്തോടെ അവർ വിളിച്ചു പറയും, അമേൻ, സ്തോത്രം. ഇതുവരെ ഇസ്രായേൽ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതമാണ് അവിടെ നടക്കുന്നത്. ഇതുവരെ അങ്ങനെ ഒരു ചരിത്രം അവിടെ ഉണ്ടായിട്ടില്ല. ഇതുവരെ അങ്ങനെ ഒരു അനുഭവം അവരുടെ ജീവിതത്തിനകത്ത് അവർ കണ്ടിട്ടില്ല. ചെങ്കടൽ പിളർന്ന് അവർക്ക് വേണ്ടി വഴിയൊരുക്കി. പക്ഷേ യോർദാൻ നദി ഇതുവരെ അവരുടെ മുമ്പിൽ പിരിഞ്ഞു പോയിട്ടില്ല. സ്തോത്രം. വചനം പറയുന്നു, ഒരു
ഒരു ചിറ പോലെ ആ നദിയുടെ വെള്ളം അത് ഒഴുകി വരുവാൻ ഇടയായി, ഒഴുകി അവിടെ നിൽക്കുവാൻ ഇടയായി തീർന്നു. എങ്ങനെ ഇത് സംഭവിച്ചു? അതാ നമ്മൾ വായിച്ചത്. യഹോവ നമ്മുടെ പക്ഷത്ത് ഉണ്ടായിരുന്നത് കൊണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, യഹോവ നമ്മുടെ പക്ഷത്തുണ്ടോ? പ്രതികൂലങ്ങൾ നമ്മുടെ സൈഡിൽ ചിറ പോലെ നിൽക്കും. ഹല്ലേലൂയ. യഹോവയുടെ നമ്മുടെ പക്ഷത്തുണ്ടോ? യഹോവ നമ്മുടെ പക്ഷത്തുണ്ടോ? പ്രതികൂലങ്ങൾ നമ്മുടെ സൈഡിൽ ഒരു ചിറ പോലെ കടന്നു വന്ന് നിൽക്കത്തേയുള്ളൂ. അത് നിന്നെ തകർത്ത് കളയുകയില്ല, അത് നിന്നെ മൂടിക്കളയുകയില്ല. ഈ ലോകത്തിൽ എങ്ങനെയൊക്കെ ശത്രു വായവൻ കടന്നു വന്നാലും, നമ്മുടെ ജീവിതത്തിനെതിരെ കടന്നു വന്നാലും, നമ്മുടെ കുടുംബത്തിനെതിരെ കടന്നു വന്നാലും, നമ്മുടെ ജീവിതത്തിനകത്ത് ദാരിദ്ര്യങ്ങൾ കൊണ്ടുവന്നാലും, നമ്മുടെ ജീവിതത്തിനകത്ത് ബുദ്ധിമുട്ടുകൾ കൊണ്ടുവന്നാലും, അത് നമ്മെ നശിപ്പിച്ച് കളയുവാൻ ദൈവം അനുവദിക്കുകയില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ദൈവം കൂടെയുള്ളവൻ തകർന്നു പോവുകയില്ല. അവൻ്റെ ജീവിതത്തിനകത്ത് പ്രതികൂലം വരത്തില്ല എന്നല്ല, അത് വന്നാലും ഒരു ചിറ പോലെ അവൻ്റെ സൈഡിൽ നിൽക്കുകയുള്ളൂ. അവനത് കണ്ടിട്ട് അവൻ അതിൻ്റെ കൂടെ ഹല്ലേലൂയ നടക്കുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങളുണ്ടായിരിക്കാം, പ്രതിസന്ധികളുണ്ടായിരിക്കാം, നിരാശകളുണ്ടായിരിക്കാം, രോഗിയായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ. ഇന്ന് രാവിലെ എൻ്റെ ശബ്ദം കേൾക്കുന്നവർ തന്നെ പലപ്പോഴും പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. ഇന്ന് പകലിൽ നിങ്ങൾ അത് അനുഭവിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോടൊരു ശബ്ദം കൈമാറട്ടെ. അതിൻ്റെ നടുവിൽ നമ്മുടെ പ്രതികൂലം നിന്നെ തകർക്കാതെ ഇരിക്കുന്നത്, നിൻ്റെ സൈഡിൽ അത് വന്ന് ചിറ പോലെ നിൽക്കുന്ന തിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? ആ പ്രതികൂലത്തിന് നിന്നെ തൊടാൻ കഴിയത്തില്ല. കാരണം എന്താ? യഹോവ നമ്മുടെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് പകൽക്കാലം യഹോവ നമ്മുടെ പക്ഷത്തുണ്ട്. അതുകൊണ്ട് ശത്രുവിൻ്റെ പദ്ധതികളൊന്നും നിൻ്റെ ജീവിതത്തിനകത്ത് നടക്കാതെ വണ്ണം ദൈവം നിന്നെ കാത്തു പരിപാലിക്കുകയാണ്. അല്ലാതെ നമ്മുടെ കഴിവോ നമ്മുടെ യോഗ്യതയോ നമ്മുടെ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ പഠിപ്പ് കൊണ്ടോ ഒന്നും ഇത് സംഭവിച്ചതല്ല. നമ്മുടെ ജീവിതത്തിനകത്ത് ഈ പ്രതികൂലം നമ്മെ തൊടാതെ ഇരിക്കുന്നത്, ഹല്ലേലൂയ, നമ്മെ തൊടാതെ ഇരിക്കുന്നത്, നമ്മെ തൊടാൻ വേണ്ടി അവൻ വന്നേ. ഹല്ലേലൂയ. നമ്മെ തൊടാൻ വേണ്ടിയാ ഈ പ്രതികൂലം കടന്നു വന്നേ. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവജനത്തിൻ്റെ മുമ്പിൽ കീറി മുറിയപ്പെട്ട ഈ യോർദാൻ നദി അവരെ തൊടാതെ തൊട്ടരികിൽ ചിറ പോലെ നിൽക്കുന്നത് ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നതുണ്ട്. ഇന്ന് രാവിലെ ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിനകത്ത് കടന്നു വരുന്ന പ്രതികൂലങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് കടന്നു വരുന്ന നിരാശ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് കടന്നു വന്ന ബുദ്ധിമുട്ടുകൾ നിന്നെ തൊടാതെ ഇരിക്കുന്നതിൻ്റെ കാരണം നിൻ്റെ കഴിവല്ല, നിൻ്റെ ബലമല്ല, നിൻ്റെ ആരോഗ്യമല്ല, നിൻ്റെ സമ്പത്തിൻ്റെ വലിപ്പം കൊണ്ടല്ല, കർത്താവ് നമ്മോട് കൂടെയുള്ളത് കൊണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ വിശ്വസിക്കുക, എൻ്റെ ദൈവം നിൻ്റെ കൂടെ ഇരുന്ന പ്രതികൂലം എത്ര വലിയതായി എത്ര ആഞ്ഞടിച്ചാലും എന്തൊക്കെ കടന്നു വന്നാലും അത് നിറഞ്ഞ് കവിയുന്നതായിരുന്നാലും ഇന്ന് രാവിലെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ കൈമാറാം. അത് നിന്നെ തൊടുകയില്ല. കാരണം നിൻ്റെ മുമ്പിൽ നിൻ്റെ കൂടെ ഇരിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ആ ദൈവം നിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ടല്ലാതെ പ്രതികൂലത്തിന് നിന്നെ മൂടുവാൻ കഴിയുകയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇസ്രായേൽ മക്കൾ യോർദാൻ നദിക്കകത്ത് മൂടപ്പെട്ടു പോയേനെ. ഞാൻ നിങ്ങളോട് കൈമാറാം. യോർദാൻ്റെ അകത്ത് കാൽ ചവിട്ടിയ പുരോഹിതന്മാരുടെ കാൽ യോർദാൻ്റെ നദിയുടെ കരയിലേക്ക് എപ്പോൾ എടുത്തു വച്ചോ അന്നേരം മാത്രമേ യോർദാന് പിന്നെ ഒഴുകാൻ സാധിച്ചുള്ളൂ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിനക്ക് നേരെ കടന്നു വരുന്ന യോർദാൻ ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് നേരെ കടന്നു വരുന്ന യോർദാൻ ഏതു തന്നെ ആയിക്കൊള്ളട്ടെ, ഇന്ന് പകൽ അത് നിന്നെ കവിഞ്ഞു പോകത്തില്ല. നിൻ്റെ കാൽ നീ നിൽക്കുന്ന ഇടത്ത് നിന്ന് പുറത്തെടുത്ത് വച്ചിട്ടല്ലാതെ, ഒരു കരയിൽ നീ പറ്റിയിട്ടല്ലാതെ, അക്കരെ നീ കടന്നിട്ടല്ലാതെ നിൻ്റെ ജീവിതത്തിനകത്ത് ആ പ്രതികൂലം കടന്നു വരത്തില്ല. കാരണം നിൻ്റെ കൂടെ ഇരിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ഇന്ന് രാവിലെ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ പലവിധത്തിലുള്ള രോഗത്താലായിരിക്കാം ഭാരപ്പെടുന്ന, നിരാശയുടെ നടുവിലായിരിക്കാം, ദാരിദ്ര്യത്തിൻ്റെ നടുവിലായിരിക്കാം. പക്ഷേ ഇതൊന്നിനും നിന്നെ തകർക്കുവാൻ കഴിയാത്തത് എൻ്റെ ദൈവം നിൻ്റെ കൂടെയുള്ളത് കൊണ്ടാണ്. ഈ ദിവസങ്ങൾ വിശ്വസിക്കുക, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മെ തള്ളിക്കളയുകയില്ല. ദൈവം കൂടെയുണ്ടെങ്കിൽ വിശ്വസിക്കുക, നമ്മളൊരു കരയെത്താതെ
ദൈവം നമ്മെ ഉപേക്ഷിച്ച് കളയത്തില്ല. ഹല്ലേലൂയ. ദൈവം നമ്മെ ഒരു കരയിലെത്തിക്കാതെ ദൈവം നമ്മെ ഉപേക്ഷിച്ച് കളയത് വേദപുസ്തകം നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ മക്കൾ മുഴുവനും അപ്പുറത്തെ കരയിലെത്തിയിട്ടല്ലാതെ യോർദാന് പിന്നെ തിരിച്ചു ഒഴുകുവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, നീ അപ്പുറത്തെ കരയിലേക്ക് കടന്നെത്തിയിട്ടല്ലാതെ നിനക്ക് നേരെ കടന്നു വന്ന പ്രതികൂലം ഇനി കരകവിഞ്ഞ് ഒഴുകുക ഇല്ല. ഹല്ലേലൂയ. വിശ്വസിക്കുക, അമ്മ പ്രാർത്ഥിക്കുക. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ രാവിലെ സമയത്ത് ദൈവ സന്നിധിയിൽ കർത്താവിൻ്റെ ആലോചനകൾ കേൾക്കുവാൻ, ദൈവ ശബ്ദം കേൾക്കുവാൻ, കർത്താവ് പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം അനുവദിച്ച വലിയ കൃപയോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ എല്ലാ വിശ്വാസ കുടുംബങ്ങളെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇന്ന് പകൽക്കാലം ഉപജീവന മാർഗങ്ങളുടെ വഴികൾ ദൈവം തുറന്നു കൊടുക്കണം. കാലാവസ്ഥ ദൈവം അവർക്ക് അനുകൂലമാക്കി കൊടുക്കണമേ. ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാവിലെ ഈ ശബ്ദം കേട്ടിട്ട് കർത്താവ് പുറത്തിറങ്ങുന്ന പ്രിയമക്കൾ ആരും അമ്മ കർത്താവ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുവാൻ, നിരാശകൾ അനുഭവിക്കുവാൻ, വേദനകൾ അനുഭവിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കരുതേ. എൻ്റെ ദൈവം അവരോട് കൂടെ ഇരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നപ്പാ. സ്വർഗം അവരോട് കൂടെ ഇരുന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു നന്മയ്ക്ക് ദൈവം അവർക്ക് മുടക്കം വരുത്തരുത്. ഒരു അനുഗ്രഹങ്ങളും കർത്താവെ അവർക്ക് ഇല്ലാതെയാകരുത്. സകലത ദൈവം അവർക്ക് കൊടുക്കണം. ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണം. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമുഖത്തെ വെളിപ്പെടുത്തണം. എൻ്റെ ശബ്ദം കേൾക്കുന്ന കർത്താവെ, ഞങ്ങളുടെ വിശ്വാസി കുടുംബങ്ങളായാലും അല്ലാത്തവരായിരുന്നാലും ആരായിരുന്നാലും ഈ കേട്ട വചനങ്ങൾ അവരുടെ ജീവിതത്തിന് ഒരു ബ്ലെസ്സിങ്ങായി മാറട്ടെ, ഒരു അനുഗ്രഹത്തിന് കാരണമാക്കി മാറ്റിയാട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അപ്പോൾ എല്ലാ വിശ്വാസി കുടുംബങ്ങളും കർത്താവ് അനുഗ്രഹം, ധാരാളമായ അനുഗ്രഹം, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം, വിടുവിക്കണം. യേശുവിൻ നാമത്തിൽ കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം ഞങ്ങളുടെ രാജാക്കാട് GGM വർഷിപ്പ് സെൻ്ററിലെ എല്ലാ വിശ്വാസി കുടുംബങ്ങളെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം ഓർക്കുക, നാളെ ഞായറാഴ്ച രാവിലെ നമ്മുടെ മീറ്റിംഗ് രാവിലെ 10 മണി നടക്കുന്നുണ്ടല്ലോ. ദൈവങ്ങൾ ആരും ഉപേക്ഷ വിചാരിക്കാതെ പ്രാർത്ഥനയോടുകൂടെ കടന്നു വരിക. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, മുന്നേറുക. ദൈവം നിങ്ങളെ ഇന്ന് രാവിലത്തെ ദിവസം, ഈ ദിവസത്തെ അനുഗ്രഹിച്ച് നിങ്ങളുടെ മേൽ കൈമാറും. പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് നീങ്ങുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.